Morning. Today we are discussing the problem of irredeemable debt or cost of capital. Irredeemable debt are the debt which are not repayable during the life of the company. നമുക്കൊരു പ്രത്യേകിച്ചൊരു റിഡീം ചെയ്യുന്ന ഡേറ്റ് ഒന്നും തന്നിട്ടില്ല എങ്കിൽ അത് ഇർറിഡീമബിൾ ഡെപ്റ്റായിട്ട് കണക്കാക്കുക. എന്നിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ്. നിങ്ങൾക്കിതിൻ്റെ ഇക്വേഷൻസ് നോക്കിയാൽ മനസ്സിലാവും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു 1 - t ഡിവൈഡഡ് ബൈ NB ഇൻറ്റു 100. ഐ എന്ന് പറയുന്നത് എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ്, 1 - TT ടാക്സ് ആണ്, NB നെറ്റ് പ്രൊസീഡ്സ് ആണ്. എത്രയാണ് കമ്പനിയിലേക്ക് സോഴ്സ് വരുന്നത്, എത്രയാണ് എമൗണ്ട് കിട്ടുന്നത്. ഇവിടെ നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കേസിൽ എ ലിമിറ്റഡ് ഇഷ്യൂഡ് 1 lakh 8% ഡിബെഞ്ചേഴ്സ് അറ്റ് പാർ. ഫേസ് വാല്യൂ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 1 lakh തന്നെ കിട്ടും. 8% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. ദ ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ ടു ദ കമ്പനി ഈസ് 50%. 50% ടാക്സ് റേറ്റ് ഉണ്ട്. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ. വളരെ സിമ്പിളാണ്. ഐ എത്രയാണ്? 8,000 ആണ്. കാരണം 1 lakhൻ്റെ 8% 8,000 ആണ്. 1 - T ടാക്സ് റേറ്റ് 50% ആണ്. 50% എന്ന് പറഞ്ഞാൽ 0.5 വരിക. 0.5. അപ്പോൾ 1 - 0.5 ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. പാർ വാല്യൂ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് 1 lakh തന്നെ. അപ്പോൾ 8,000 ഇൻറ്റു 1 - 0.5 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100. 8,000 ഇൻറ്റു 0.5 ഡിവൈഡ് ബൈ 1 lakh ഇൻറ്റു 100. അപ്പോൾ 4% കിട്ടും. ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 4% ആണ്. കാണാം ഇവിടെ 8% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ശരിക്കും എത്ര വരണം? 8% വരണമായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്? ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നത് കൊണ്ട് പകുതി, അതായത് 50% ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയായി മാറി? 4% ആയിട്ട് മാറി. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. ബി ലിമിറ്റഡ് ഇഷ്യൂഡ് 1 lakh 8% ഡിബെഞ്ചേഴ്സ് അറ്റ് പ്രീമിയത്തിനാണ്. 10% പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ടാക്സ് റേറ്റ് 60% ആണ്. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര തന്നെയാണ്? 8,000 തന്നെയാണ്. ഇൻറ്റു 1 - എത്ര വരും? 60% ആകുമ്പോൾ 0.6 വരും. ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ്? നെറ്റ് പ്രൊസീഡ്സ് 1 lakhും എന്തും ഉണ്ടാവും? 10% പ്രീമിയം. അപ്പോൾ 1 lakhും 10% എന്ന് പറഞ്ഞാൽ 10,000 വരും. അപ്പോൾ 1 lakh 10,000 ഇൻറ്റു 100 വരും. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2.91% കിട്ടും. ക്ലിയർ അല്ലേ? 1 lakh 10,000, 8,000 ഇൻറ്റു 1 - 0.6 60% ആണ് ടാക്സ്. ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് 10%. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലുള്ള ബെനിഫിറ്റ് വരുന്നുണ്ട്. ഒന്ന് ടാക്സ് 60% എന്നുള്ളൊരു ബെനിഫിറ്റും വരുന്നുണ്ട്. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ബെനിഫിറ്റും കൂടിയും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് 2.91 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ കുറഞ്ഞത്. ഇനി അടുത്ത നോക്കാം. തേർഡ് വൺ. സി ലിമിറ്റഡ് ഇഷ്യൂഡ് 1 lakh 8% ഡിബെഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ട് 5%. ടാക്സ് റേറ്റ് 50%. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ. ഇപ്പോൾ 1 lakh ആണ്. 8% ആണ് 8% ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ 1 lakhൻ്റെ 8% 8,000 തന്നെ. ഇൻറ്റു 1 - ടാക്സ് റേറ്റ് എത്രയാണ്? 50% ആണ്. അപ്പോൾ 0.5 അല്ലെങ്കിൽ 0.5 ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ്?
1 lakh ഉണ്ടാവില്ല, കാരണം 5% എന്താ ഡിസ്കൗണ്ട് ഉണ്ട്. 1 lakhൻ്റെ 5% 5,000 ആണ്. അപ്പോൾ നെറ്റ് പ്രൊസീഡ് എത്ര മാത്രമേ ഉണ്ടാവുള്ളൂ? 95,000 മാത്രമേ ഉണ്ടാവുള്ളൂ ഇൻറ്റു 100. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. നോക്കിയതാണ് 8,000 ഇൻറ്റു 1 - 0.5 ഡിവൈഡ് ബൈ 95,000 ഇൻറ്റു 100 4.21. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ച് ഇൻക്രീസ് ചെയ്തു, കാരണം എന്താ, ഇവിടെ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ കോസ്റ്റ് കൂടി. ഇനി നാലാമത്തെ ലാസ്റ്റ് കേസ് നോക്കാം. ലാസ്റ്റ് കേസ് ഡീലിമിറ്റഡ് ഇഷ്യൂഡ് 2 lakh 9% ഡിബെഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് റേറ്റ് 9% ആണ്. അപ്പോൾ 2 lakhൻ്റെ 9% ഡിബെഞ്ചേഴ്സ് അറ്റ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് 10%. ദ ഫ്ലോട്ടേഷൻ കോസ്റ്റ് 2%. എത്രയാണോ ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എത്രയുണ്ട്? 2% ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. ഇവിടെ നാലാമത്തെ കേസ് 2 lakh 9% ഡിബെഞ്ചേഴ്സ് ആണ്. അതേപോലെ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് 10%. അപ്പോൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ 10% എന്ന് പറയുമ്പോൾ 2,20,000 ആയിരിക്കും നെറ്റ് പ്രൊസീഡ്സ്. അപ്പോൾ 2 lakhും കിട്ടും, നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ്? 2 lakhും കിട്ടും. അതേപോലെ ഒരു 20,000, അതായത് 10%, 2 lakhൻ്റെ 10% പ്രീമിയം കൂടിയും എന്ത് കിട്ടും? നെറ്റ് പ്രൊസീഡ്സിൽ വരും. അപ്പോൾ 2,20,000 ആണ് എന്ത് വരുന്നത്? നെറ്റ് പ്രൊസീഡ്സ് വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് വരിക? 2 lakhൻ്റെ 9%. അപ്പോൾ എത്ര വരും? 2 lakhൻ്റെ 9% എത്രയാണ്? 18,000 വരും. 18,000 1 - ടാക്സ് റേറ്റ് 60%, അപ്പോൾ 0.6 വരും. നെറ്റ് പ്രൊസീഡ്സ് 2,20,000 ഉണ്ട്, പക്ഷേ എന്തുണ്ട്? 2% ഫ്ലോട്ടേഷൻ കോസ്റ്റ് മൈനസ് ചെയ്യണം. 2,20,000ൻ്റെ 2% എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ 2,20,000 മൈനസ് ഇതിൻ്റെ, അതായത് 2,20,000ൻ്റെ 2%, 2/100 എന്ത് ചെയ്യണം? ഇതിൻ്റെ അത് മൈനസ് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. നോക്കാം. നെറ്റ് പ്രൊസീഡ്സ് 2,20,000, അതിൻ്റെ അന്ന് 2% മൈനസ് ചെയ്യുന്നു. അപ്പോൾ 2,15,600 കിട്ടും. 18,000 ആണ് ഇൻട്രസ്റ്റ്, 1 - 0.6 ആണ്, 60% ടാക്സ് ആണ്. 2,15,600 നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100 3.34 ആണ് എന്ത് വരിക? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരിക. അപ്പോൾ ഈ 4 കേസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.